വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെ സ്നേഹാശംസകൾ നേരുകയാണ്. ഈ ക്രിസ്മസ് നിങ്ങളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കട്ടെ എന്ന്, മനുഷ്യരോട് കൂടുതൽ അടുക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ എന്നും ക്രിസ്മസ് ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നും ക്രിസ്മസ് ആയിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സന്തോഷമുണ്ടാവും, കൂട്ടായ്മയുണ്ടാവും, ഐക്യമുണ്ടാവും, ഒരുമയുണ്ടാകും, പങ്കുവയ്ക്കലുണ്ടാകും, സമാധാനമുണ്ടാകും, എല്ലാം ഉണ്ടാകും. അപ്പോൾ എന്നും ക്രിസ്മസ് ആയിരുന്നാൽ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ഹൃദയമൊക്കെ സ്വർഗത്തെപ്പോലെ ആകും എന്ന് നമുക്ക് മനസ്സിലാക്കുക. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നൊരു വാചകമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മറ്റൊരുത്ത് പറഞ്ഞാൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അതിനെപ്പറ്റി വിശുദ്ധ അത്തനേഷ്യസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യനായി, മനുഷ്യനെ ദൈവീകനാക്കുന്നതിന് വേണ്ടി ദൈവം സ്വയം ശൂന്യവൽക്കരിച്ചു. മനുഷ്യരുടെ ശൂന്യമായ ഹൃദയത്തെ നിറയ്ക്കുന്നതിന് വേണ്ടി ദൈവം സ്വയം ദരിദ്രനായി, ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ക്രിസ്മസ്. രണ്ടാമതായിട്ട് ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈശോ പിറന്നത് ബെത്ലഹേമിലാണ്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പത്തിൻ്റെ ഭവനത്തിൽ പിറന്ന് മനുഷ്യരാശിക്ക് ജീവൻ്റെ ആയിത്തീർന്നവരാണ് ഈശോ. ഈ ബെത്ലഹേം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ പാഠം വളരെ ലളിതമാണ്. ചെറുതാകലിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ, എളിമപ്പെടുന്നതിൻ്റെ, വിട്ടുകൊടുക്കുന്നതിൻ്റെ ഒക്കെ സംസ്കാരമാണ് ബെത്ലഹേം നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവം ചെറുതായ സ്ഥലമല്ലേ ബെത്ലഹേം? ദൈവം ചുരുങ്ങിയ സ്ഥലമല്ലേ ബെത്ലഹേം? ദൈവം തൻ്റെ മഹിമ വിട്ട് മനുഷ്യനായ സ്ഥലമല്ലേ ബെത്ലഹേം? അപ്പം എന്താ ഇതിൽ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ, ഐക്യം വേണമെങ്കിൽ, കൂട്ടായ്മ വേണമെങ്കിൽ ദൈവം പഠിപ്പിക്കുന്ന ഈ വലിയ പാഠം, ചെറുതാകലിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ, വിട്ടുകൊടുക്കുന്നതിൻ്റെ, എളിമപ്പെടുന്നതിൻ്റെ എല്ലാം വേണം എന്നുള്ളതാണ്. ഈ ഒരു സംസ്കാരം നമ്മളിലും നമ്മുടെ ചുറ്റുപാടും നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്കൊരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി നമുക്ക് ചുറ്റുപാടും വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ ക്രിസ്മസ് ദിവസം ദൈവത്തിൻ്റെ കെനോസിസിനെ കുറിച്ച്, ശൂന്യവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തെയും അല്പമെങ്കിലും ലാളിത്യമുള്ളതാക്കാൻ, എളിമയുള്ളതാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു.